MDMA-യും കഞ്ചാവുമായി 2 പേർ പിടിയിൽ. എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുധീർ ടി.ന്റെ നിർദ്ദേശാനുസരണം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ അഭിരാജ് ആറിൻ്റെ നേതൃത്വത്തിൽ വാഴക്കാല പാലച്ചുവട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വാഴക്കാല പാലച്ചുവട് തൃക്കാക്കര നഗരസഭ 21-ാം വാർഡിലെ വീട്ടിൽ നിന്നും വിൽപ്പന നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കൈവശം സൂക്ഷിച്ചിരുന്ന 11 ഗ്രാം MDMA, 14.9 ഗ്രാം കഞ്ചാവ് എന്നിവയുമായി 2 യുവാക്കളെ എറണാകുളം എക്സൈസ് റേഞ്ച് അറസ്റ്റ് ചെയ്തു. വാഴക്കാല പാലച്ചുവട് സ്വദേശിയായ അബ്ദുൾ റാസിഖ്, വാഴക്കാല കരിമക്കാട് സ്വദേശിയായ അരുൺ ദിനേശൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം എക്സൈസ് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പലയിടത്തായി നടത്തിയ പട്രോളിംഗിൽ എറണാകുളം വാഴക്കാല പാലച്ചുവട് ദേശത്ത് തൃക്കാക്കര നഗരസഭാ പരിധിയിൽ 11 ഗ്രാം MDMA-യും 14.9 ഗ്രാം കഞ്ചാവുമായിട്ട് 2 യുവാക്കളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതാണ്. ഒന്നാം പ്രതി അബ്ദുൾ റാസിഖ് 30 വയസ്സ്, എറണാകുളം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാണ്. രണ്ടാം പ്രതി 30 വയസ്സുള്ള അരുൺ ദിനേശൻ എന്നിവരാണ്. ഒന്നാം പ്രതിയായ അബ്ദുൾ റാസിഖിന്റെ വീടിന് മുകളിൽ താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ടിയാൻമാർ രാസലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ഇൻഫോ പാർക്കിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും സമീപ പ്രദേശത്തെ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ലഹരി ഇടപാടുകൾ നടത്തിയുള്ള തെളിവുകൾ ടിയാന്റെ ഫോണിൽ പരിശോധിച്ച് മനസ്സിലായിട്ടുണ്ട്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നുള്ളത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. തുടരന്വേഷണം വരും ദിവസങ്ങളിൽ എക്സൈസ് നടത്തുന്നതാണ്. ഇതിൽ അബ്ദുൾ റാസിഖ് എറണാകുളം മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ്. കാക്കനാട് ഇൻഫോ പാർക്ക്, വാഴക്കാല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവർ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇൻഫോ പാർക്കിലെ ജീവനക്കാരും സമീപ പ്രദേശങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമാണ് ഇവർ ലഹരി ഇടപാടുകൾ നടത്തി വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവരുടെ ഫോൺ പരിശോധനയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ എക്സൈസ് നടത്തുന്നതാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യതകൾ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് TN അജയ്കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഷ്കർ സാബു, ജിബിനാസ് VM, അമൽദേവ് CG, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ജു ആനന്ദൻ എന്നിവർ ഉണ്ടായിരുന്നു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.